പുതിയ ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിലാണ്. ബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. DNA പരിശോധനയ്ക്കായി രാഹുലിന്റെ രക്തസാമ്പിൾ ശേഖരിച്ചു. ലൈംഗിക ശേഷി പരിശോധന നടന്നു. സ്ഥിരം കുറ്റവാളിയെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. 2024 ഏപ്രിൽ 8-ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചെന്നും മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തെന്നും FIR-ൽ പറയുന്നുണ്ട്. മുണ്ടക്കൈ ദുരിതബാധിതർക്കായി 5000 രൂപ രാഹുലിന്റെ സുഹൃത്ത് ഫെനി വാങ്ങിയെന്നും രാഹുലാണ് ലക്കി ഡ്രോ നടത്തുന്നതെന്ന് ഫെനി പറഞ്ഞതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി ലിജോ റോളൻസും സുനിൽ ഐസക്കും ചേരുന്നുണ്ട്. ആദ്യം ലിജോയിലേക്ക്. ലിജോ, ജാമ്യമില്ല മാവേലിക്കര ജയിലിൽ അഴിയെണ്ണാം എന്നതിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. വലിയ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ രാഹുലിനെ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയുള്ള പോലീസിന്റെ നടപടികൾ, എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ശേഖരിക്കാനുള്ളത്? കേസിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും? ആദ്യ 2 ബലാത്സംഗ കേസുകളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടുവെങ്കിൽ മൂന്നാമത്തെ കേസിൽ കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം, അതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുടുങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ അഴിച്ചുള്ളിലാകുകയും ചെയ്തിട്ടുണ്ട്. 3 സമാനമായ ബലാത്സംഗ പരാതികൾ ഒരാൾക്കെതിരെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തതിൽ മുൻകൂർ ജാമ്യം, രണ്ടാമത്തതിൽ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം. ഇതിന് പിന്നാലെയാണ് ആരും ഈ വിവരം പുറത്തു പോകാത്ത രീതിയിൽ 9-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്യുന്നു. FIR രജിസ്റ്റർ ചെയ്യുന്നത് 2 ദിവസം മുൻപാണ്. അതിന് പിന്നാലെ പരാതി ലഭിച്ചതോടുകൂടെ തന്നെ ഈ SIT-യിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പാലക്കാടെത്തി അവിടെ താമസിക്കുകയും രാഹുലിന്റെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഇന്ന് പുലർച്ചെയാണ് ഹോട്ടൽ മുറിയിൽ നിന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ടയിലേക്ക് എത്തിച്ചത്. പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുന്നത്. 4:20 എത്തിക്കുന്നു. 4:30 തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ, ശശിധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു. പിന്നാലെ AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. ഒറ്റൊരു കാര്യം മാത്രം സമ്മതിച്ച് മറ്റു കാര്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് രാഹുൽ മുന്നോട്ട് പോയത്. ഉഭയകക്ഷി സമ്മതപ്രകാരം തങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് അംഗീകരിച്ചത്. മറ്റെല്ലാം ഒന്നും സമ്മതിക്കുക മാത്രമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളുമെന്നുള്ള കാര്യമായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ പോലും രാഹുൽ പറഞ്ഞ കാര്യം. അതിന് പിന്നാലെ രാഹുലിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുകയും അത് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ആശുപത്രിയിൽ എല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്. വാഹനം തടയുന്നു, രാഹുലിന് നേരെയൊക്കെ ഈ പൊതിച്ചോറ് നൽകാൻ ശ്രമിക്കുന്നു, കരിങ്കൊടി കാണിക്കുന്നു. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിക്കുമ്പോഴും സമാന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. തിരുവല്ല മജിസ്ട്രേറ്റ് ഇന്നില്ലാത്തത് കൊണ്ടാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡ് ചെയ്ത് ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ജാമ്യ ഹർജിയും ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും തിരുവല്ല കോടതിയായിരിക്കും അക്കാര്യം പരിഗണിക്കുക. അതിന് പിന്നാലെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ്, അതായത് അതിജീവിതയുടെ ജീവന് പോലും ഭീഷണിയുണ്ട്. രാഹുൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സമാന രീതിയിലുള്ള നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള രാഹുൽ, 2 കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള രാഹുലിനെ ഇനി പുറത്തുവിടാൻ പാടില്ല, ജയിലറയ്ക്കുള്ളിൽ ആക്കണമെന്നുള്ള ശക്തമായ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. പ്രതിഭാഗം അതിനെയൊക്കെ എതിർക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ഇനി അടുത്ത ദിവസം കോടതിയിൽ മാത്രമായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ ഒരു വാദം കേൾക്കാൻ കഴിയുക. ധന്യ.